ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വിഷ്വൽ ഷെഡ്യൂള് ഹെൽപ്പ് ചെയ്യുമോ അവരുടെ ലൈഫിൽ? പെട്ടെന്നുള്ള ഒരു ഉത്തരവായിട്ട് പറഞ്ഞാൽ വിഷ്വൽ ഷെഡ്യൂള് അവരെ ഹെൽപ്പ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രാക്ടീസ്, കാലങ്ങളായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ അല്ലാത്ത വഴിയിലും അവരെ ട്രെയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ്? വിഷ്വൽ ഷെഡ്യൂൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ പടങ്ങളൊക്കെ ബാത്റൂമിൻ്റെ വാതിക്കൽ ഒട്ടിച്ച് വെക്കുക, അല്ലെ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അതിൻ്റെ കൂടെ പടങ്ങൾ വെക്കുക. എഴുതി വെച്ചിരിക്കുന്ന സാധനം അവന് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് നമ്മൾ പടങ്ങൾ നോക്കിയിട്ട് അവനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നാണ്, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ വാതിക്കൽ ടോയ്ലറ്റിൻ്റെ പടം, അതിനു മുമ്പേ തന്നെ നമ്മളിത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ചില കുട്ടികൾക്ക് ചെരുപ്പൊക്കെ മാറിപ്പോവും, അപ്പം നമുക്ക് അതിനൊരു ക്യൂടെക്സ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലെ കാലിൽ എങ്ങനെ കാലിലും ക്യൂടെക്സ് ഇടുക, ചെരുപ്പിലും ക്യൂടെക്സ് ഇടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിച്ചെടുക്കാറുണ്ട്. ആദ്യമേ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭാഷ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? പിക്ചറിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള സാധനങ്ങളെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അവർക്ക് ജീവിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് മിസ് ചെയ്തു പോയ, ഞാൻ മുൻപേയും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മിസ് ചെയ്തു പോയ ഒരു കാലഘട്ടമുണ്ട്. ചില കാര്യങ്ങൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടം തീർച്ചയായിട്ടും അവർക്ക് നഷ്ടപ്പെട്ടു പോയതാ. അന്ന് നമ്മൾ നടത്തേണ്ട ഇന്റർവെൻഷൻസ് ഒന്നും സാധാരണ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് പോലെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു കുഞ്ഞു കുഞ്ഞിനോട് നമ്മൾ പറയുക, ഇത് പെൻസിലാണേ, അല്ലെ ഇത് സ്പൂണ്. അപ്പൊ കുഞ്ഞ് പിന്നെ അപ്പൊ നമ്മൾ പിന്നെയും പറയും സ്പൂണ്. വീണ്ടും കുട്ടി കഴിക്കും അപ്പൊ സ്പൂണ്. ഇങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ പറയും. അതുപോലെ സംസാരിച്ചു തുടങ്ങി കഴിയുമ്പോൾ ഇതെന്താമ്മേ എന്ന് ചോദിക്കുമ്പോൾ അത് കപ്പാണ്, ഇതെന്താ ഇതെന്താ, ഇതിങ്ങനെ അവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. അവർ കൺവിൻസ്ഡ് ആകുന്നത് വരെയും പിന്നെ കുറച്ച് കളിയായിട്ടും അവർ അത് ചോദിക്കും. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന വാക്കുകൾ അവര് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് ഇതാണ് എന്നവർ തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ച് പെട്ടെന്ന് 1 or 2 പ്രാവശ്യം കൊണ്ട് അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അവരുടെ ന്യൂറോൺ കണക്ഷൻസ് അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സാധാരണ പോലെയുള്ള ആളുകളെ പോലെയുള്ള കണക്ഷൻസ് അവർക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആദ്യമേ തന്നെ ചുറ്റുപാട്ടിലും സ്ഥിരമായിട്ട് അവരുപയോഗിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് നല്ലപോലെ സമയമെടുക്കുന്ന കാര്യമാണ്. നമ്മൾക്ക് അടുക്കള തന്നെ എടുക്കാം. അടുക്കളയിലെ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താം. എപ്പോഴും നമ്മൾ പേരൻസ്, അമ്മമാരെപ്പോഴും അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അടുക്കളയിൽ അവരെ കൂട്ടാം. ഇത് ഇന്നതാണ്, ഇത് പ്ലേറ്റ് ആണ്, ഇത് കുട്ടിയുടെ പ്ലേറ്റ് ആണ്, എന്തിയെ കുഞ്ഞിന്റെ പ്ലേറ്റ് എന്തിയെ തൊട്ട് കാണിച്ചേ. നമ്മളവർ കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കളയുക ചെയ്യുന്നു. അല്ലെങ്കിൽ അവർ അടങ്ങിയിരിക്കുന്നില്ല. ഇനി അടങ്ങിയിരിക്കാത്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റും. 1 മിനിറ്റ്, ആ 1 മിനിറ്റ് പിന്നീട് വളരും, സ്വാഭാവികമായിട്ട് വളരുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയല്ലേ ചെയ്യാറ് സാധാരണ. അപ്പൊ ആ കംപ്ലൈൻറ്റ് ചെയ്യുന്ന രീതി നമ്മളൊന്ന് മാറ്റിയിട്ട് നമ്മൾ എന്തവിടെ ചെയ്യാം എന്നൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് വലിയൊരു മാറ്റം വരുത്താനായിട്ട് പറ്റും. കുഞ്ഞിനെ ഒരു മിനിറ്റ് നമ്മളുടെ മടിയിൽ ഇരുത്തുക, അല്ലെ നമ്മുടെ തൊട്ടടുത്തുള്ള കസേരയില്, സെറ്റിയില് ഒക്കെ നമുക്ക് പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കാമല്ലോ. 1 മിനിറ്റ് കഴിയുമ്പോൾ റിലീസ് ചെയ്യുക. പിന്നീടും ഒരവസരത്തിൽ അന്ന് തന്നെ 1 മിനിറ്റ് ഇരിക്കുക. അപ്പൊ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള പ്രോസസ്സ് കുഞ്ഞ് പഠിക്കും. അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ 1 മിനിറ്റ് 1.5 മിനിറ്റ് ആവും. പിന്നീട് അവസാനം എനിക്ക് മനസ്സിലായിരിക്കുന്നത് കുട്ടികൾ പഠിക്കാൻ വിളിക്കുമ്പോൾ വന്നിരിക്കും. അത്തരം ധാരാളം എക്സ്പീരിയൻസുകൾ നമുക്ക് ഡെയിലി ലൈഫിൽ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, നമ്മൾക്ക് അങ്ങനെ കുട്ടിയെ പരിചയപ്പെടുത്തിയെടുക്കാൻ പറ്റും. അവന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവർ നമ്മളെ അനുസരിക്കാനായിട്ട് തുടങ്ങും. യഥാർത്ഥത്തിൽ അനുസരണമാണോ അത് എന്നെനിക്ക് വീണ്ടും സംശയമുണ്ട്. അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സംശയമാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, അതിനനുസരിച്ച് പെരുമാറാൻ പറ്റുക, അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയമാണ്, അല്ല ഇപ്പം നമുക്ക് കളിക്കാം, നമുക്ക് പന്ത് കളിക്കാം. അമ്മയും കുട്ടിയും കൂടെ പന്ത് കളിക്കുകയാണ്. അപ്പം പന്ത് കളിക്കുമ്പം എറിഞ്ഞ പന്ത് നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് തരണം. അത് അമ്മയ്ക്ക് എടുത്തുകൊണ്ട് തായോ എന്ന് നമുക്ക് പറയാം.
അപ്പൊ കുട്ടി അതിന് വില്ലിങ് ആവുന്നില്ല. നമുക്ക് തന്നെ പോയിട്ട് കുട്ടിയെ, കുഞ്ഞു കുട്ടിയല്ലേ, ബലമായിട്ട് കൊണ്ടുപോയി എടുപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ തരുന്ന അല്ലെ വെക്കുന്ന ഒരു രീതി ഉണ്ടാക്കുകയാണെങ്കിൽ, അമ്മയും കുഞ്ഞും കൂടെ ആ കളി കുഞ്ഞ് നിർബന്ധിച്ച കുഞ്ഞൊരിക്കലും വില്ലിങ് ആകത്തില്ല. കുഞ്ഞിനിങ്ങനെ ഓടിപ്പോകുന്നതായിരിക്കും ഇഷ്ടം. അപ്പൊ ഒരു ദിവസത്തിൽ പല പ്രാവശ്യം, ഒരാഴ്ച പല പ്രാവശ്യം, ഒരു മാസം ആകുമ്പോഴേക്കും ഉറപ്പായിട്ട് ഈ കുട്ടി ഇത് ചെയ്യാൻ തുടങ്ങും. ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആ ഒരു സിറ്റുവേഷൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണും. ഇതിനെല്ലാം പ്രധാനമായിട്ടും വേണ്ടത് എന്താണ്? നമ്മൾക്ക് ക്ഷമയുണ്ടാവണം. നമ്മൾക്ക് ഇതിൻ്റെ എൻഡിൽ എത്തുന്നത് വരെ, കുട്ടി ഇത് സക്സസ്ഫുൾ ആയിട്ട് കുഞ്ഞിനിത് ചെയ്തെടുക്കാൻ പറ്റുന്നത് വരെ കാത്തിരിക്കാനായിട്ടുള്ള മനസ്സ് നമുക്കുണ്ടായാൽ മാത്രം മതി. ആസ് എ പേരൻ്റ് അതിന് നമ്മൾ നല്ലതുവണ്ണം പ്രാക്ടീസ് ചെയ്യണം. നമ്മളുടെ മനസ്സിനെ അടക്കി പിടിക്കാനായിട്ട് പറ്റണം. വരും, എൻ്റെ കുഞ്ഞ് ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ കുഞ്ഞിനെ ഇത് പരിശീലിപ്പിക്കാനായിട്ടുള്ള മനസ്സുണ്ടാവണം. അപ്പം നമ്മളുടെ ട്രെയിനിങ് സെഷൻസിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേരൻറ്റിനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പേരൻ്റാണ് പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പേരൻ്റ് ഇത് ചെയ്തിട്ട് കുഞ്ഞിനെ സക്സസ്ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞിനെ വിഷ്വലായിട്ട് മാത്രം കുഞ്ഞ് മനസ്സിലാക്കുന്ന അവസരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്ക് കുഞ്ഞിനെ ഡയറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ചു ചേർത്ത്, നമ്മളുടെ മുറിയിലെ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ചു ചേർത്തിട്ട് പിക്ചേഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വീടിൻ്റെ മുറിയുടെ ഒരു പടം എടുത്തിട്ട് ഇത് ഈ പടത്തിൽ കാണുന്ന സാധനമാണ് ഈ കാണുന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ റിയൽ ആയിട്ടുള്ളതും പിക്ചറും കാണിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് മനസ്സിലാവും. ക്രമേണ അവരത് തിരിച്ചറിയാൻ തുടങ്ങും. അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻസ് അവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് മാത്രം വെച്ചിട്ട് കുഞ്ഞിന് സർവൈവ് ചെയ്യാൻ പറ്റുമോ, നോർമലായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈവൻ കൃഷി കാര്യങ്ങൾ പോലും ഞങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർ ഓരോ പാവയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ ഒക്കെ ഉണ്ടാകുന്നത് അവർ ഡയറക്റ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ അവർ റെക്കഗ്നൈസ് ചെയ്യുവാണ് ശരിക്കുമുള്ള സാധനങ്ങൾ. അപ്പോൾ വീട്ടിൽ മേടിക്കുമ്പം അവരതിനെ തിരിച്ചറിയുക, ഇൻട്രസ്റ്റ് കാണിക്കുകയാണെന്ന് പേരൻസ് വന്ന് പറയും. കറിക്ക് അരിയാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അത് എടുത്ത് വെക്കാൻ, ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അപ്പോൾ തരം തിരിക്കാൻ അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അവർക്ക് ലൈവായിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അപ്പോൾ അത് കൂടുതലും നമ്മൾ ലൈവായിട്ട് കാണിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു.